ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു, വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്. വീഡിയോയുടെ എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമതൊക്കെ എൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. ഫോട്ടം തന്നെയാണ്, ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും. രേണുസുതി ആരെയായി പറ്റിക്കാനായിട്ട് നോക്കുന്നത്, ആരെയായി കബളിപ്പിക്കാനായിട്ട് നോക്കുന്നത്? ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ചേച്ചി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഈ നിമിഷം വൈകുന്നേരം ഞാൻ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്, നിങ്ങൾ വേണേ വന്ന് നോക്കൂ, ഞാൻ ഇവിടെ ഉണ്ട്. ഈ നിമിഷം വരെ ബിഗ് ബോസ് എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ എന്തിനാണ് പടച്ചുവിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ആ ചെയ്ത വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്ലാനിങ് പാളിപ്പോയത് ഞാൻ തെളിവ് സഹിതം എടുത്ത് കാണിച്ചു തരാം. എനിക്ക് ഉറപ്പാ ഈ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾ ഇവിടെ കാണത്തില്ല എന്നുള്ളൊരു കാര്യം. ഇത് നിങ്ങളുടെ കുടുംബക്കാർക്കും കൂട്ടിരുന്ന ആൾക്കാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. പ്ലാനിങ് ഒക്കെ കൊള്ളാം, അത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് നിങ്ങൾ എന്തോരം കള്ളത്തരങ്ങളാണ് നമ്മൾ പൊളിച്ചിട്ടുള്ളത്. ഇല്ല, ഞാൻ പൊളിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ എന്തോരം കള്ളത്തരങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് പൊളിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങളുടെ പ്ലാനിങ് തീരെ പോരാ. ആര് നിങ്ങളുടെ പ്ലാനർ? ആര്? ഏതോ റബ്ബറിന് ടാപ്പടിക്കാൻ പോകുന്നതിനെ കൊണ്ടുവന്നിട്ട് എന്താ പരിപാടി നടത്തുന്ന പരിപാടിയാണ്? പോരാ പോരാ പോരാ. നല്ല 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 ഏതെങ്കിലും നല്ല മറ്റേ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇമാതിരി പരിപാടിക്ക് ഇറങ്ങാനായിട്ട്. കാരണം പോരാ. കാരണം ഞങ്ങൾ ഇതൊക്കെ നോക്കുന്ന ആൾക്കാർ. അപ്പം നിങ്ങളെക്കാട്ട് ഫ്യൂ സ്റ്റെപ്സ് മുകളിലാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഫ്ലോ കിട്ടിയപ്പോൾ ഇച്ചിരി ആവേശത്തിനൊക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും വിട്ടേക്കണേ. അപ്പം നമ്മൾ നോക്കുന്ന വേറൊരു ലെവലിൽ രീതിയിലായിരിക്കും. അപ്പൊ ചേച്ചി നമ്മളെ പൊട്ടിക്കണം, നമ്മളെ പൊട്ടിച്ച് നമ്മളെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ വേണം എടുത്ത് ഇങ്ങനെ വീഡിയോസിലൊക്കെ കൊണ്ടിടാനായിട്ട്. എന്നല്ല നമുക്ക് ഇച്ചിരി ഒരു 10 പേരെ കൊന്നൊരു കൊലപാതകയ്ക്ക് സെർച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഇന്റൻഷനോട് കൂടി നമുക്ക് നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇത് വെറും സിമ്പിൾ LKG പിള്ളേരെ മറ്റേ ഏണിമാവ് വരയ്ക്കാൻ കൊടുത്ത സിറ്റുവേഷനിൽ പരിപാടിയായി. പക്ഷേ ചീപ്പ് വെറും ചീപ്പ്. പ്ലാനറെ മാറ്റണം, പുതിയ പ്ലാനറെ കൊണ്ടുവയ്ക്കണം കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോക്കകത്തേക്ക് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് രേഖപ്പെടുത്താവൂ. ചേച്ചിയുടെ പ്ലാനിങ് തകർക്കാൻ എന്നുള്ളത് വലിയ കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോക്കകത്തേക്ക് പ്രവേശിക്കാം. കാരണം ചേച്ചി ബിഗ് ബോസിൽ പോയിട്ടില്ല, ബിഗ് ബോസായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് അവസാനത്തെ വീഡിയോ ഒന്ന് പറിച്ചു വിട്ടത്. അപ്പോൾ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ചേട്ടനല്ലേ പറഞ്ഞത് ബിഗ് ബോസിൽ പോയി, താണ്ട് അപ്പം വന്ന് വീഡിയോ ഇട്ടെന്ന്. വീഡിയോ എപ്പോൾ വേണേലും വിടാടാ, വീഡിയോ എപ്പോൾ വേണേലും വിടാം. ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യും. ഇപ്പം എന്ത് ചേച്ചി അമ്മാരി പരിപാടിയാണ് കാണിച്ചത്. അല്ല ചേച്ചി വരെ 24 വാച്ച് ഇറക്കി വന്നിട്ട് തിരിച്ചു പോയതൊന്നും അല്ല. നമുക്ക് ഈ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് പൊളിച്ചു തരാം. ഇതിനകത്ത് ചേച്ചിയെ പറയാത്തൊരു വ്യക്തിയെ കുത്തുന്നുണ്ട്. അതായത് ആ വ്യക്തിയാണ് ഇവരുടെ ജീവിതം തകർത്തു വന്നത്. ഏത് വ്യക്തി? ഇത് കാണുമ്പോൾ ആ വ്യക്തി ആരുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് അതും കൂടെ ഉൾപ്പെടുന്നതായിരിക്കും. ഇവര് മറ്റേ ഈ അയൽവക്കത്തിലുള്ള വഴക്കുണ്ടല്ലോ, ഈ വീട്ടുകാർ അയൽവക്കക്കാർ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വഴക്കുണ്ടല്ലോ, അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്ക് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ ഇരുന്നിട്ട് 2 പേര് ഇരുന്നിട്ട് അയൽവക്കത്തുള്ള വ്യക്തിയെ കുറിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. ആ വ്യക്തി ആരാണെന്ന് വ്യക്തി ഫോട്ടോസ് ഒക്കെ പ്രൂഫ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടായിരിക്കും ഈ സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പിന്നെ ഇപ്പൊ ചേച്ചി ചെയ്തൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും പ്രൊമോഷനാണ് കേട്ടോ, തികച്ചും പ്രൊമോഷനാണ്. കാരണം ചേച്ചിയുടെ ദാരിദ്ര്യം, ഇല്ലായ്മ, BPL കാർഡ്, റേഷൻ അരിയുടെ വില കൂട്ടി, വീട്ടിൽ മറ്റേ പുട്ടുപൊടി 3 രൂപ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അരി കിട്ടുന്നുണ്ട്, ചോറുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, 10 റബ്ബർ ബാൻഡ് ഉള്ളതുകൊണ്ട് ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സൂപ്പർ പരിപാടി. എന്റെ പൊന്നേ ദൈവമേ, ഇത്രയും ദാരിദ്ര്യം പിടിച്ച വ്യക്തികൾ എവിടെയും കാണത്തില്ല. അതായത് 10 കിലോമീറ്റർ വരെ ചെരുപ്പിടാതെ നടന്നു പോകുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, സ്കൂളിൽ പോകട്ടെ, അവിടെ പോലും കാണത്തില്ല. രേണുസുതിയിൽ അത്രയും പാവപ്പെട്ട ഒരു വ്യക്തി. സത്യമായിട്ടും ഈ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് ഞാൻ അത് കാണിച്ചു തരും. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? സപ്പോർട്ടിനല്ല, ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? വിവാദങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, കാരണം നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തും അയ്യോ, കാരണം മക്കളുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ കുറച്ചധികം വീഡിയോ ക്ലിപ്പുകളല്ല ഈ സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാം, ഒരുപാട് റിലീസ് ആയിട്ട്. ഇതൊക്കെ ഈ അവസാന നിമിഷങ്ങൾ ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇത്രയും മാനസിക പ്രശ്നങ്ങൾ, ഇത്രയും ബുദ്ധിമുട്ടുകൾ കാരണം മരിച്ചാലോ എന്ന് തീരുമാനിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ധീര വനിത അല്ലേ? അങ്ങനെയല്ലേ ഈ പോകുന്നത്? അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. എല്ലാം കൂടെ വാരിപ്പൊക്കി എടുത്ത് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് കാണിക്കാനായിട്ട് വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് മാറ്റിയേക്കണം. ഇത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ കണ്ണ് നിറയോടുകൂടി കാണുമല്ലോ. എന്റെ മോളെ, നീ ഇങ്ങനെയായിരുന്നോടി ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്ക് ചിലപ്പോൾ കൊള്ളും.
അവിടെ കൊള്ളിക്കണം. ആ കൊള്ളിക്കാരെ ചേച്ചി നോക്കി. പക്ഷേ ചേച്ചി കൊണ്ടില്ല, ചേച്ചി ഇച്ചിരിയുടെ ആഘാതത്തിൽ കൊള്ളിക്കണം. കാരണം നമ്മളെ പോലുള്ളവർ ഇങ്ങനെ നിപ്പുണ്ട് അതിന്റെ ഫ്രണ്ടിൽ. ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക്, കാരണം ഈ രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടന്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. അതല്ലാതെ ഒന്നും പ്രശ്നോ ലോട്ടറി പ്രശ്നം പോലും ചെയ്തിട്ടില്ല. അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വശത്തുനിന്നും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ, നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാവർക്കും അറിയാം, ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും ഇന്നപോലെ കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച്. അല്ലടാ, ഇത് ആരാടാ ജല്ലപ്പ മേശിരിയെ? ആരാ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെ അവരെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് വ്ളോഗേഴ്സിന്റെ അടുത്തൊക്കെ വിളിച്ചു പറയാനായിട്ടൊക്കെ നിൽക്കുന്നത് എന്ത് പരിപാടിയാണ് ഇത്? ഇതൊക്കെ കാണും. അയ്യോ ഇത് ആരാ? പക്ഷെ ഇവര് പേര് പറയത്തില്ല കേട്ടോ, പേര് പറഞ്ഞില്ല, വേണം ഞാൻ തുപ്പി കാണിക്കാന്ന് പറയും. അങ്ങനെയുള്ള പരിപാടി ഇപ്പൊ കാണിക്കാൻ നോക്കിയോ. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി. 10-12 ഇന്റർവ്യൂ, അതായത് ഈ ഒരു വിഷയമായിട്ട് സ്കോർ ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേണു സുധി മാത്രമാണ്. പിന്നെ ഇതുമായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് സുധിയായിരിക്കട്ടെ, നോബൽ ഫിലിപ്പ് ബിഷപ്പ്, ആ അച്ഛൻ്റെ ആണ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഇന്റർവ്യൂ. കാരണം അച്ഛൻ അതിനകത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആര് ചോദിച്ചാലും പറയാൻ കാരണങ്ങളുണ്ട്. കാരണം അച്ഛൻ ഒരു 7 സെന്റ് സ്ഥലം കൊടുത്തു, അതാണ് അച്ഛൻ ചെയ്തൊരു തെറ്റ്. ഇപ്പൊ അവസാനം ഇങ്ങനെ കറങ്ങി മലമ്പാമ്പിന്റെ വാല് കറങ്ങി പെടലിക്ക് കയറി ഇങ്ങനെ ഇനി മൂക്കിനകത്തോട്ട് കയറാൻ പോകുന്ന സിറ്റുവേഷനിലേക്ക് വന്ന് നിൽക്കുകയാണ്. കാരണം 12 ഇന്റർവ്യൂകളോ എന്ന് പറഞ്ഞല്ലോ. ഇനി ഒരു പോയിന്റ് കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞ് ഇട്ട് തരുന്നുണ്ട് കേട്ടോ, നമുക്ക് വേണ്ടി ചിന്തിക്കാൻ വേണ്ടി ചേച്ചി ഇട്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവര് ഇപ്പോൾ ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ടെന്ന് ഏത് കുപ്പായമാണോ എന്തോ അതിലിടുന്നത് ഇതുപോലൊരു ഷർട്ട, നമ്മളും ഇതുപോലൊരു ഷർട്ട, ഇതുമായിട്ട് ബന്ധപ്പെട്ട താജുദ്ദീൻ എന്ന് പറഞ്ഞത് പുള്ളി ഒരു ഷർട്ട. ഈ കുപ്പായത്തെ ഒന്നും നിങ്ങൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുപ്പായത്തെ ബഹുമാനിക്കേണ്ട വ്യക്തി ആരാണ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ നാമത്തിൽ ബിഷപ്പ് നോവൽ ഫിലിപ്പ് അച്ഛനാണ്. അപ്പം ആ അച്ഛനെ തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കുത്തിയത്. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവരുത് ആരാണ്. ഞങ്ങൾ ഇന്ന് കൺഫ്യൂഷൻ അടിച്ച് കറങ്ങണം, ആരാണ് ഞാൻ എന്റെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കണം ആരെ കുറിച്ച് ആയിക്കോട്ടെ പറയുന്നത്, ആരെ കുറിച്ച്. ഇത് ചുമ്മാ അങ്ങോട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായില്ല. ചുമ്മാ നിങ്ങൾ ഇതാ പറഞ്ഞത് ഒറ്റ അടി വെച്ചൊരു പ്ലാൻഡ്രമായിരിക്കണം കേട്ടല്ലോ. സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. 2 മക്കൾക്കും ചാനലുണ്ട്, അപ്പൊ 2 മക്കളുടെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആണെങ്കിൽ മരിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് ചാനലുണ്ട്, 2 മക്കൾക്ക് ചാനലുണ്ട്, 2 മക്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 2 മക്കളുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട്. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലേ. അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും. കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ്. വീഡിയോ എന്നെ ഒരു അയ്യോ എന്ത് വിശ്വസനീയമായിട്ടല്ലേ ചേച്ചി പല കാര്യങ്ങളും നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ഈ സന്ധ്യ സമയത്ത് ഈ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് രേണു സുധി ഇന്ന് വൈകുന്നേരം പോവാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം എന്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് നീ എന്തിനാ ചുമ്മാ ഒരുമാതിരി കള്ളത്തരങ്ങളെ പടച്ചുവിടുന്നത്? അപ്പൊ അതിന്റെ വ്യക്തമായ ധാരണ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കണ്ടേ? വ്യക്തമായ ധാരണയിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഒരു കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ. ഇന്ന് ഒരു രാവിലെയോടുകൂടി അല്ലെങ്കിൽ ഒരു ഉച്ചയോടുകൂടി ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഞാനൊന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുക. ആ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഈ പേര് ഞാൻ ഈ വീഡിയോക്കകത്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. സജീന. ഓൾറെഡി നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. എന്നാലേ നമുക്കിത് ആധികാരികമായിട്ട് കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് മുന്നോക്കെ. ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ്, ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല, ഒരു സ്ത്രീ രേണു സുധിയാണ്. മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോവുക എന്ന ഒരു
നിരാലംബയായ ചേച്ചി എവിടെ ചേച്ചി ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ചുമ്മാ സ്ത്രീ കൂടിയാണ് രേണുസുതി, ഇടക്കിടക്ക് സ്ത്രീ കൂടിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതാ മറ്റേ ചോറിന്റെ കൂടെ കറി വിളമ്പുന്നതായിപ്പോയി. ഉള്ളിലുള്ള വിഷമം ആരോടും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട്. വഞ്ചിക്കരൻ തെയ്യാരേ വഞ്ചിക്കത്ത് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ കണ്ടോണ്ടിരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യും, എവിടെ പോയി ഞാൻ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമന്റുമായി ആരും വരണ്ടേ? ഓക്കെ, ആരും വരുന്നില്ല ചേച്ചി എന്തായാലും ഇങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞത് കൊണ്ട്. അപ്പൊ നിങ്ങൾ പറയും അത് ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ഇടാലോ, നീ ഇമ്മ പറഞ്ഞില്ല അവന് ചേച്ചിക്ക് എന്താ പോസ്റ്റ് ഇട്ടുകൂടെ എന്ന് ചോദിക്കാം അല്ലെ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാലോ. ഇനി നമുക്ക് ആ ഇന്റർവ്യൂയുടെ ബാക്കി ശകലത്തിലേക്ക് ഒന്ന് പോവാം. കാരണം ചേച്ചി പറഞ്ഞല്ലോ ബിഗ് ബോസിൽ പോയി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ വോട്ട് ചെയ്യണോ എന്ന് ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടല്ലോ. ഇനി നമ്മൾ കണ്ട വീഡിയോയുടെ ബാക്കി ഒന്നുകൂടെ കണ്ടു നോക്കാം. അറിയാലോ, എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചാന്റെ. പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ലെസ് ചേച്ചി, സജിന ചേച്ചി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പേര് പറഞ്ഞു കരീഷ്മ ചേച്ചി, ലെസ് ചേച്ചി, സജീന ചേച്ചി. സജീന ചേച്ചി നമ്മളെ സജീന ചേച്ചി എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സജീന ചേച്ചി. ഇനി നമ്മൾ നേരെ ഓടിയിട്ട് സജീന ചേച്ചിയുടെ പ്രൊഫൈലിലോട്ട് ചെല്ലണം. ചേച്ചി ആ പോസ്റ്റ് എന്ത് ചേച്ചി നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പെട്ട്. നോക്ക് എവിടെ ആ പോസ്റ്റ് ഇല്ല. അവസാനമായിട്ട് വീഡിയോ വരെ പ്രൊമോട്ട് ചെയ്തു, പക്ഷെ ചേച്ചിയുടെ പോസ്റ്റ് ഇപ്പൊ അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് നമ്മൾ ഇത്ര തമാശയായിട്ട് പല കാര്യങ്ങൾ പറയുന്നെങ്കിലും ഈ റിയാലിറ്റി ഷോയ്ക്കകത്ത് നമുക്ക് കയറുമ്പോഴത്തേന് അവർ ഒരുപാട് പോളിസിയും കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടിച്ചിലക്കെടുത്ത് പുറത്തോട്ട് വിടും. അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് പോകുന്ന വിവരം ചെവി പോലും അറിയില്ല. ഇങ്ങനെ വേണം അടച്ചു വേണം പോകാനായിട്ട്. അതൊക്കെ വയലേറ്റ് ചെയ്തിട്ട് ഇവരെവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ പിറ്റേ ദിവസം എടുത്ത് പോസ്റ്റ് ഇടാൻ കാണിച്ച അവരുടെ എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. ഞാൻ പണ്ടേ പറഞ്ഞില്ല പ്ലാനറെ മാറ്റണത്. വെറും പിന്നെ പ്ലാനർ, വെറും അണ്ടർ റൈറ്റഡ് പ്ലാനറെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയെ കാണിക്കുന്നത്. ഏതെങ്കിലും നല്ല രീതിയിലുള്ള പ്ലാനറെ കൊണ്ടുവരണം. ഭയങ്കര ബോറ് പരിപാടി കേട്ടോ. അപ്പൊ ചേച്ചി ആ പോസ്റ്റ് അങ്ങ് മുക്കി, ചേച്ചി ആ പോസ്റ്റ് അങ്ങ് ഇട്ട് ഇവർ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണം, ഈ പോസ്റ്റ് ഇട്ട രീതിയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ എടുത്ത വീഡിയോ ആണെങ്കിൽ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഈ വ്യക്തിയുടെ പേര് പറയത്തില്ലായിരുന്നല്ലോ. പക്ഷെ പേര് പറഞ്ഞല്ലോ. അപ്പം ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ച് ചേച്ചി രണ്ടാമതെടുത്ത് പോസ്റ്റ് ചെയ്ത് ചേച്ചി പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവർ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇതാണ് സംഭവം നടന്നത്. പറഞ്ഞില്ല പ്ലാനർ പോരാ ചേച്ചി. ഇതൊക്കെ കാണാനും കേൾക്കാനും ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും നമ്മളെ പോലുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ദയവ് ചെയ്ത് ഇതുപോലുള്ള പരിപാടികളായിട്ട് വരാതെ ശരി കൂടെ ബിൽഡപ്പ് ഉള്ള പരിപാടികളായിട്ട് കൊണ്ടുപോകുക. ഇനി ബാക്കിയോട് കാണാം. ഇതാണ് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇനി BPL കാർഡിലും താഴെ എന്തെങ്കിലും MBPL എന്ന് പറഞ്ഞൊരു കാർഡെങ്കിലും കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള കുടുംബത്തിനൊന്നും ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ച് ഒരു മാസം 1 കോടി രൂപ ഇല്ലാതെ തട്ടി മുട്ടിയും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുമോ. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പേര് സപ്പോർട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും രേണുസുതി ഇങ്ങനെ തന്നെ പോകണം. അപ്പൊ പിന്നെ എല്ലാരും പറയാം ഡെയിലി വീഡിയോ ഇട്. എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമതൊക്കെ എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഭയങ്കര നേരത്തെ പറയാഞ്ഞത് ഞാൻ ഇതെങ്കിലും തരാൻ ചേച്ചി പോയിട്ട് വാട്ടോ. തരാം, ഞാൻ ഒരു കുഴപ്പമില്ല തരാം. ഇങ്ങനെ ഇത് റബ്ബർ ബാൻഡ് ഒന്നും ഇടുവൊന്നും വേണ്ട, ഒരു കുഴപ്പവും ഇല്ല. ഇതിനകത്താകുമ്പോൾ ചേച്ചിയുടെ ഒരുപാട് വീഡിയോസും കിടപ്പുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങളും കിടപ്പുണ്ട്. അപ്പൊ അത് പിന്നെ ചേച്ചിക്ക് വലിയ ഉപകാരമൊന്നും എടുത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയോ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ നിങ്ങൾ പാട്ട് കേൾക്കുന്ന പരിപാടിയല്ലേ, പാട്ട് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ തരാം കേട്ടോ, നീല ഫോണാ, ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചേച്ചി പാവം ഒരു ഫോൺ പോലും ഇല്ലടാ. ഇത്ര ചേച്ചിക്ക് അപ്പൊ എന്തുവായിരുന്നു ചേച്ചി പണി? ഒരു ഫോൺ ഇല്ല. ബാക്കി നോക്കാം. മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ്. ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് എടുത്തു തന്ന ഒരു ഫോണാണ്. അപ്പൊ അതിനകത്ത് എന്തായാലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതും. പിന്നെ എനിക്ക് പക്ഷെ ചേച്ചിക്ക് ഇത് സംസാരിക്കാനായിട്ടൊരു 15,000 രൂപയുടെ മൈക്ക് ഉണ്ട് കേട്ടോ. അരി മേടിക്കാൻ പൈസ ഇല്ലടാ. കയ്യിലിരിക്കുന്നത് മൈക്കാടാ, 15,000 രൂപയുടെ മൈക്ക്. ഒരു ഫോൺ മേടിക്കാൻ പൈസ ഇല്ലടാ, പക്ഷെ ഞാൻ വീഡിയോ ചെയ്യടാ. ഒരാവശ്യത്തിന് ചിരിച്ചത് ചുമയും കൂടി. നല്ല തിരക്കാണ്, ആൽബത്തിന്റെ തിരക്കാണ്. ഉറക്കമൊന്നുമില്ല, ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. പിന്നെ എന്റെ ഇത്രയും തിരക്ക് പിടിച്ച സമയത്തിൽ ആൽബത്തിലും പാട്ടിലും ഒക്കെ ഓടി നടക്കുമ്പോഴത്തേന് പൈസ ഇല്ലാതെ വെണ്ടക്കുരുവാണോ പിന്നെ തരുന്നത്?
ആ പൈസക്ക് നിങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാവുന്നല്ലേ ഉള്ളൂ. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ഇല്ല എന്ന് പറയും. ആ വീഡിയോ തന്നെ തീരുന്നതിന് പറയും ഞങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് പറയും. കയ്യിൽ ഇരിക്കുന്നത് മൈക്ക്, എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് പറയും ഇതൊന്നുമില്ലടാ, എന്നെ ഒന്ന് രക്ഷിക്കടാ, എന്റെ കയ്യിലൊന്നുമില്ലടാ, ഞാൻ വെറും പാവലടാ, സൂചിയാട്ടന്റെ പേരിലേക്ക് മുന്നിട്ട് വന്നില്ലടാ, ഞാൻ ഈ അവിടെ ഇവിടെയൊക്കെ അഭിനയിക്കുന്നതിന് ഒന്ന് തുച്ഛമായ പൈസടാ, എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് ഒരു കുപ്പായം മേടിച്ചു കൊടുക്കുമ്പോൾ തീരുടാ. പക്ഷെ ഞാൻ ഇച്ചിരി മോഡലായിരിക്കും, എന്റെ ഭാഗത്തുനിന്ന് പല പ്രൊമോഷനൊക്കെ കാണും, ഞാൻ ഇച്ചിരി കിടിലമായിരിക്കും. ചേച്ചി കേൾക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ബിഗ് ബോസിൽ ഇരുന്ന ഈ വീഡിയോ കാണുന്ന അറിയാം. ചേച്ചി ഇറങ്ങി വരിക. നമ്മളിവിടെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇതുപോലെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. ബിഗ് ബോസിന്റെ റിവ്യൂ എന്റെ ചാനലിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തായാലും ചേച്ചി ഇട്ടിട്ടുള്ള വീഡിയോയുടെ കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിന്റെ റിവ്യൂ കാണണം എന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയും പുതിയ ഇമ്പ്രൂവ്മെന്റും പുതിയ അവതരണ ശൈലിയുമായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ബൈ.